ഇത് നമ്മൾ വേറൊരു കൃഷി സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 മാസം മുമ്പ് തണ്ണിമത്തൻ ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വിളവ് കിട്ടി, വിജയിച്ചു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതൊരു കാര്യമായി കിടക്കുകയായിരുന്നു ഇപ്പോൾ 1 മാസമായിട്ട്. പിന്നെ നമ്മളിതിൽ മഴയൊക്കെ പെയ്തതല്ലേ. പിന്നെ അടുത്ത കൃഷി നമ്മളിവിടെ തുടങ്ങാൻ പോവാണ്. പച്ചക്കറിയാണ്. പയർ, വെണ്ട, പിന്നെ കുറ്റിപ്പയർ, ചീര, കക്കരി, കിയാറ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2-2.5 ഏക്കറിൻ്റെ അടുത്ത് സ്ഥലമുണ്ട്. ഇത് തെങ്ങ് വെച്ച സ്ഥലമാണ്, തെങ്ങ് തൈ വെച്ച സ്ഥലമാണ്. അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ വാരെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ സെറ്റപ്പാണിത്. വെഞ്ചുറി സിസ്റ്റം, ഫിൽറ്ററൊക്കെയാണ്. നമ്മളെ വളമൊക്കെ നമ്മൾ വിടുന്നത് പൈപ്പ് വഴിയാണ് വിടുന്നത്. നമുക്ക് വേറെ ഹാൻഡ് മെയ്ഡായിട്ട് യാതൊരു പണിയിൽ വരുന്നില്ല. ഇതൊക്കെയാണ്. ഇത് ഈ ഒരു സ്ഥലതയിൽപ്പെട്ടതാണ്. ഇതിന് മൂളുഭാഗമാണ്. പിന്നെ ഈ ഷീറ്റ് ഇട്ടത് നമ്മൾ മുമ്പ് തണ്ണിമത്തൻ ചെയ്തില്ലേ, പറഞ്ഞില്ല. തണ്ണിമത്തൻ ചെയ്ത ഏരിയയാണ് ഈ ഷീറ്റ് ഇട്ട് കിടക്കുന്നത്. അതപ്പോൾ അതിനുള്ള അത് എടുക്കേണ്ട ആവശ്യമില്ല. ഷീറ്റ് ഡാമേജുള്ള ഷീറ്റാണ്ട് ഒഴിവാക്കി കൊടുക്കുന്നല്ലാതെ അതിനുള്ള അത്യാവശ്യം വളമുള്ളതാണ്. അന്ന് ചാണകപ്പൊടിയും ഇതൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ആ ഹോളിൽ തന്നെ നട്ടാൽ മതി. പിന്നെ ഈ നടുഭാഗം വരുന്നത് നമുക്ക് ഈ വള്ളി പടരാൻ, തണ്ണിമത്തൻ്റെ വള്ളി പടരാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ടതാണ് ഈ നടുഭാഗം. അപ്പോൾ ഇനിയിപ്പോൾ തണ്ണിമത്തൻ്റെ സീസൺ കഴിഞ്ഞില്ല, അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നടുഭാഗത്ത് നമ്മളൊരു വാരം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടി നമുക്ക് നടാൻ പറ്റും പച്ചക്കറി. ഇനി ഇവിടെ നടുഭാഗത്ത് എടുത്ത വാരത്തിൽ, ഈ പുതിയതായിട്ട് എടുത്ത വാരത്തിൽ ഇനി ഷീറ്റും പൈപ്പ് വലിച്ച് ഷീറ്റ് ഇടണം, മൾച്ചിങ് ഷീറ്റ് വിരിക്കണം. പിന്നെ ഹോൾ കുത്തിയിട്ട് നമ്മൾ തൈ നടുകയാണ് ചെയ്യുക. ഇപ്പോൾ വരും വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് നമ്മൾ പണിക്കാരട്ടോ, പണിക്കാരുണ്ട് അവിടെ ഇന്ന്. അപ്പോൾ അതിൽ പഴയ ഇപ്പോൾ ഷീറ്റ് വിരിച്ച സ്ഥലത്തുള്ള ആ ഗ്യാപ്പിൽ കൂടെയൊക്കെ പുല്ല് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കലും അതിൻ്റെ പണിയൊക്കെയാണ്. പിന്നെ മഴ പെയ്തുകൊണ്ട് പെട്ടെന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ പുല്ല് പൊന്തിട്ടുണ്ട്. പിന്നെ ആ പുല്ലൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് വേണം ഇപ്പം ഇനി അടുത്ത പ്ലാന്റ് നടാൻ. ഇതിലെന്താ വെണ്ടയും അതുപോലെ തന്നെ കിയാറ്, കക്കരി അതൊക്കെ പോട്ടറയിൽ മുളപ്പിച്ചിട്ടാണ് നടുന്നത്. ബാക്കിയുള്ളതൊക്കെ പയറൊക്കെ ഇതിൻ്റെ കുഴിയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് മുളപ്പിക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഈ ഷീറ്റിൻ്റെ ഗ്യാപ്പിലൊക്കെ പുല്ല് മുളച്ച് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ആ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് തൈ നടണമെങ്കിൽ, വിത്തിടണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ പണിയിലാണിപ്പോൾ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കൂടെയൊക്കെ കാണിച്ചു തരാം.